എന്തായാലും അംബേദ്കർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും അച്ചട്ടാവുന്നതും അതെങ്ങനെയാണ് ആളുകൾക്ക് കൂടുതൽ ഇനി ഇത് മനസ്സിലാക്കാനും പഠിക്കാനുള്ള അവസരമായി മാറുന്നതെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയാണ്. അപ്പോൾ അംബേദ്കർ പറഞ്ഞു എന്ന് പറഞ്ഞു വെക്കാം, ഇസ്ലാം ക്യാൻ നെവർ അലൗ എ ട്രൂ മുസ്ലിം ടു അഡോപ്റ്റ് ഇന്ത്യ ആസ് ഹിസ് മദർലാൻഡ് ആൻഡ് റിഗാർഡ് എ ഹിന്ദു ആസ് ഹിസ് കിത്ത് ആൻഡ് കിൻ എന്ന് പറയുന്നു. അപ്പോൾ മദർലാൻഡ് എന്നുള്ള വാക്ക് വന്ദേ മാതരം, ആ എന്താണ് മാതരം എന്ന് പറയുന്ന സാധനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് മദർലാൻഡ് എന്നുള്ള ആ ഒരു വിളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ വരാൻ മുസ്ലിമിന് വലിയ പാടാണെന്ന് ആദ്യമേ നമ്മൾ അംബേദ്കർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ കാണാൻ കഴിയില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു രാജ്യ അതിർത്തികൾക്കുള്ളിൽ നിൽക്കുന്ന സാധനമല്ല, രാജ്യ അതിർത്തി ഇല്ല, ഒരു പാൻ നാഷണലിസമാണ് അവിടെ നിലനിൽക്കുന്നത്. ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക, അതുവരെ ജിഹാദ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇനി അടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ദ അല്ലീജിയൻസ് ഓഫ് എ മുസ്ലിം ഡസ് നോട്ട് റെസ്റ്റ് ഓൺ ഹിസ് ഡൊമിസൈൽ ഇൻ ദ കൺട്രി ബട്ട് ഓൺ ദ ഫെയ്ത്ത് ടു വിച്ച് ഹി ബിലോങ്സ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരവും അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു വിഷയം പറയുന്നിടത്ത് പോലും അവന് വലുത് എന്താണ്? മതമാണ്. അവിടെ പോലും അവൻ മതത്തെ കുത്തിക്കയറ്റുകയാണ്. നമ്മൾ കണ്ടു പ്രസംഗിക്കുന്നത്, വൈസി പ്രസവിക്കുന്നത് കണ്ടു, പ്രസവിക്കുകയല്ല പ്രസംഗിച്ചത്. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇത് അംബേദ്കർ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് നമ്മൾ പറയും, ഇത് മോദി പറയും, ആരും പറയും. അപ്പോൾ പറയുന്നവരെ മുഴുവൻ സംഖ്യയാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് ഇവിടെ ഒന്ന് വരച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വലതുപക്ഷ ശാക്തീകരണം, അത് വെച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇന്ത്യയിൽ അതുപോലും നടക്കില്ല. ആ വലതുപക്ഷ ശാക്തീകരണം നമ്മൾ പറയുന്നത് ഈ പറയുന്ന പ്രോസസ്സൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു വലിയ സമൂഹം ആളുകൾ ഇതിൻ്റെ മിഡിൽ ഗ്രൗണ്ടിൽ ഇതിൽ പൊങ്ങി വന്നുകൊണ്ട് ഇതിനെ വിമർശിക്കുന്ന ആളുകളായിട്ട് മാറും. രാഷ്ട്രീയക്കാരായാലും എല്ലാവരും അതിലേക്കാണ് കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വഴിവെക്കുന്ന ഒരേ ഒരു ഐക്കൺ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അംബേദ്കറാണ്.